ഹലോ, അപ്പം നമുക്ക് നല്ലൊരു അരി ഒറോട്ടി ഉണ്ടാക്കിയാലോ? അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് തലേന്ന് തന്നെ കഴുകി വൃത്തിയാക്കിയ പുഴുങ്ങലരി ചൂടുവെള്ളത്തിലിട്ടിട്ട് കുതിർത്തി വെക്കണം. അതിനുശേഷം അത് രാവിലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കുക. ഈ മാവ് അരയ്ക്കുമ്പോൾ തന്നെ നമ്മൾ ഉപ്പ് കൂടിയിട്ടിട്ട് അരയ്ക്കുന്നത് നല്ലതായിരിക്കും. അപ്പം മാവിൽ എല്ലായിടത്തും ഉപ്പ് ഒരേപോലെ വന്നോളും. അപ്പം നമ്മൾ അരച്ച് കഴിഞ്ഞാൽ വേറൊരു ബൗളിലേക്ക് എല്ലാ മാവും മാറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ അരച്ച അതേ മിക്സിയിൽ തന്നെ ഉള്ളി ഇടുക. ഉള്ളി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക മാത്രം ചെയ്യുക. ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കുക. കാരണം ഇത് പൊറോട്ടി ആയി കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുമ്പോൾ നല്ല രുചി ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ പെരിഞ്ജീരകവും ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. പെരുംജീരകത്തിൻ്റെയും ഉള്ളിയുടെയും ടേസ്റ്റ് നമുക്ക് കിട്ടാനായിട്ട് മാത്രം, അധികം അരയാൻ പാടില്ല. അപ്പോൾ ആ അരച്ചതും കൂടി നമ്മൾ അരിമാവിലിട്ടിട്ട് നന്നായിട്ട് യോജിപ്പിക്കണം. ഇല്ലെങ്കിൽ ഉള്ളിയുടെയും പെരുംജീരകത്തിൻ്റെയും ടേസ്റ്റ് മാവിൻ്റെ എല്ലായിടത്തേക്കും വരില്ല. അപ്പോൾ നന്നായിട്ട് അത് എല്ലാവരുടെയും എത്തുന്ന വിധത്തിൽ ഇളക്കി യോജിപ്പിക്കണം. ഈ റൊട്ടിയിലെ ചുട്ട് കഴിഞ്ഞ് ചൂടോടെ തന്നെ കഴിക്കുമ്പം നമുക്ക് കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി സാധനമാണ്. അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ടൊരു കമൻറ്റ് ഇടണേ. ഇനിയിപ്പോൾ നമ്മൾ വേഗം തന്നെ ഒരു ദോശക്കല്ല് അടുപ്പത്തേക്ക് വെച്ച് നെയ്യും പുരട്ടി അതിലേക്ക് നമ്മുടെ മാവ് അങ്ങോട്ട് ഒഴിക്കാം. ഒരു 1.25 കയ്യിൽ മാത്രമേ മാവ് ഒഴിക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അതിനുശേഷം എന്ത് വേണമെന്ന് വെച്ചാൽ കുറച്ചുകൂടി അരിമാവെടുത്ത് ആ തേങ്ങ മറഞ്ഞു നിൽക്കുന്ന വിധത്തിൽ നമ്മൾ വീണ്ടും സ്പ്രെഡ് ചെയ്യണം. പിന്നെ ചെറുതീയിൽ വെച്ചിട്ട് വേവിപ്പിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ബ്രൗണിഷ് കളർ വരുന്നത് വരെയാണ് നമ്മൾ വേവിപ്പിക്കേണ്ടത്. പിന്നെ തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് വെളിച്ചെണ്ണ തൂവണം. എന്നാലും മാത്രമേ രുചി ഉണ്ടാവുള്ളൂ. അപ്പം കുറച്ചും കൂടി ലോ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ വേവിപ്പിക്കുക. അതിനുശേഷം നമുക്ക് തിരിച്ചിട്ട് നോക്കാം. വെന്തോ എന്താണെന്നറിയണ്ടേ? ഇതും ഇപ്പോൾ ഗോൾഡൻ കളറായിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് വെന്തോ എന്താണെന്നറിയാനായിട്ട് ഇങ്ങനെ കുത്തി നോക്കിയാൽ മതി. അപ്പോൾ ഇത് കുറച്ചുകൂടി വേവാനുണ്ട്. അപ്പോൾ ചെറു ചൂടിൽ വീണ്ടും അങ്ങനെ വെക്കുക. ഇപ്പം നമ്മൾ ഒറോട്ടി പെർഫെക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇങ്ങനെ കല്ലിൽ തന്നെ വേവിപ്പിച്ച് പീസാക്കിയിട്ട് സേവ് ചെയ്യാം. ഇതാണ് നമ്മൾ അരി ഒറോട്ടി. ഹലോ, അപ്പം നമുക്ക് നല്ലൊരു അരി ഒറോട്ടി ഉണ്ടാക്കിയാലോ? അതിന്